ഹലോ ചക്കരകളെ, ഞാനിവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് റീമോൾ എന്നൊരു സ്ഥലമുണ്ട്, ഒരു മോളുണ്ട്, അവിടെ വന്നിരിക്കുവാണേ. അയ്യോ, എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി. ഞാനപ്പോൾ ഓർക്കണം, മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നത്. പോസിറ്റീവ് എനർജി, എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളാണ് നമ്മൾ ഈ കാണുന്ന കംപ്ലീറ്റ്. എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവർക്ക്, അല്ല പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക്, അല്ല ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും അത്ര വിഷയമല്ലായിരിക്കും. എന്നെപ്പോലൊരു സാധാരണ വീട്ടമ്മയ്ക്കൊക്കെ നാട്ടിൻ പുറത്തുനിന്ന് വന്ന എനിക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷം തോന്നുന്നു, ഭയങ്കര സന്തോഷം, അതായത് വെളിച്ചം തോന്നുന്നു. ഇതൊക്കെ കാണാൻ പറ്റിയ ഈശ്വരനോട് നന്ദി പറയുന്നത്. പിന്നെ എല്ലാത്തിനോടും ഭയങ്കര കൊതി ദാസന്മാരെ. ഞാൻ കുറേ പാത്രങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട്, അതിനൊക്കെ ഭയങ്കര ഒടുക്കത്തെ വരെ അത് പറഞ്ഞ പോവാൻ അപ്പം തന്നെ എൻ്റെ വണ്ടി കയറ്റി അപ്പോൾ താമസസ്ഥലത്ത് കൊണ്ട് ഇറക്കും. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചക്കരകളെ. അയ്യോ, കൊതി വന്നു. നിങ്ങളും ഒന്ന് കൊതിച്ചോ. നമ്മൾ കൊതിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ നമുക്കത് സാധ്യമാകും. മനുഷ്യൻ്റെ കൊതി, മനുഷ്യൻ്റെ ആഗ്രഹം, ഇഷ്ടം, സ്വപ്നം, ഇതൊക്കെ കണ്ടാലും നമുക്കൊരു സ്വപ്നം ഉണ്ടാകും. ഞാനിതൊക്കെ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ അത് വരും. അങ്ങനെയായിരിക്കണം നിങ്ങൾ ഓരോരുത്തർ കാണുമ്പോഴും, ഞങ്ങൾക്കിത് സാധ്യമാവും, അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ നമുക്കും ഇത് സാധ്യമാകും. എല്ലാവരും സീറോയിൽ നിന്ന് വന്നിട്ട് സാധ്യമാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിത് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ധൈര്യമായിട്ട് ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുക, അതൊന്നും ഞാൻ സ്വന്തമാക്കിയതല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇത് സ്വന്തമാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ചക്കരകളെ, ഈ പാത്രം കണ്ട, ഇതിന് എത്ര രൂപയെന്നറിയാം? 350 ദിർഹം. നമ്മുടെ നാട്ടിലൊരു 7000 രൂപയൊക്കെ ആവും അല്ലേ? എൻ്റെ പൊന്നെ, ഇത് ബോവൻ കണ്ട എപ്പോൾ എന്നെ ഓടിക്കും. ബോവനെ വാതൊക്കെ ഹാളിൽ അവിടെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഞാനും അനുമോളുമായിട്ട് ഇതൊക്കെ നോക്കുവാണ്. കണ്ട, എൻ്റെ എന്തെല്ലാം നല്ല വെറൈറ്റി പാത്രങ്ങൾ. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് അടുക്കള നിറച്ച നല്ല വെറൈറ്റി കളർഫുൾ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കോമണായി കാണാത്ത സാധനങ്ങളൊക്കെ. ഇത് കണ്ട, പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് വെക്കാൻ അടുക്കളയിൽ ഇട്ട് വെക്കാൻ പറ്റിയ സാധനം. നല്ല സൂപ്പർ അടുക്കളയായിരിക്കണം. എന്നിട്ട് ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ വെക്കണം ചക്കരകളെ. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തോന്നും ഇല്ലേ? എൻ്റെ ദൈവം, ഇതൊക്കെ കണ്ടിട്ട് കൊതിച്ചിട്ട് കാശില്ലല്ലോ, എല്ലാം എടുത്ത് നോക്കിയിട്ട് വെച്ച് ഐ വിൽ കം ബാക്ക് വിത്ത് മണി എന്നും പറഞ്ഞ്, ഞാൻ പൈസയായിട്ട് വരാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം എടുത്ത് നോക്കുകയാണ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാണ്. നിങ്ങളെന്നെ കളിയാക്കല്ലേ കേട്ടാ. നമ്മളെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വീട് ഒരുക്കി വെക്കുന്നതല്ലേ. എനിക്ക് വീട് ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടായിരിക്കും ഇത്തരം സാധനങ്ങൾ. ഈ വൈറ്റ് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ വൈറ്റ് കോമ്പിനേഷൻ നമ്മുടെ വീട്ടിനകത്ത് ഒന്ന് സെറ്റാക്കിക്കുക, ഭയങ്കര സൂപ്പറായിട്ട് നിങ്ങൾക്ക് വീടിന് വലിപ്പം തോന്നും, വീടിന് ഭയങ്കര ഐശ്വര്യം തോന്നും, നല്ലൊരു വെളിച്ചം തോന്നും. ഈ ഫർണികളൊക്കെ കണ്ട നല്ല രസമില്ലേടാ ചക്കരകളെ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. എന്നെങ്കിലും സാധിക്കും ഞാൻ, അല്ലേ? മേടിക്കും, നമ്മളും മേടിക്കും, നമുക്ക് ഒരു ദിവസം തരും. അപ്പം എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയില്ലേ, ഇതൊക്കെ കാണാനെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടിയില്ലേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ എന്തെങ്കിലും ഇതൊക്കെ എനിക്ക് തരുമായിരിക്കും, തരും അങ്ങനെ വിശ്വസിക്കുന്നത്. കണ്ട, ആ ജാറിൽ വല്ല പ്യുവർ ഗ്ലാസ്, അതിലിങ്ങനെ കറുപ്പ് ഡോട്ടുണ്ട്, അടിപൊളിയത്. ഇതൊക്കെ പിന്നെ കണ്ട ഓയിൽ കണ്ടർ, അതൊക്കെ നല്ലതല്ലേ? വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഒഴിച്ച് വെക്കാം. അതൊക്കെ ഉണ്ടെല്ലാവരുടെയും വീട്ടിൽ. പിന്നെ അത് ഈ ഉള്ളി സബോള ഇടുന്നത് ഇത് കണ്ടപ്പോൾ എന്നെ ആകർഷിച്ച്. എനിക്ക് ഇങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിലൊക്കെ വെക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടം കാണുമെന്ന് എനിക്കറിയാം. നല്ല രസമല്ലേ ഉള്ളി സബോള കിഴങ്ങ് ഒക്കെ നമുക്ക് അടുക്കളയിൽ ഇട്ട് വെക്കാൻ നല്ല രസം. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധ ചെല്ലും അങ്ങോട്ട്. ഞാൻ ഓർത്ത് കണ്ടപ്പോൾ ഒരു മേക്കപ്പ് ഐറ്റമൊക്കെ വെക്കാമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ നമ്മൾ ഒരുങ്ങുന്നവിടെയൊക്കെ നമുക്ക് നെയിൽ പോളിഷ്, നമ്മുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെക്കാമല്ലോ. എനിക്ക് അതൊക്കെ കണ്ടിട്ട് മേടിക്കണമെന്ന് തോന്നി. വരട്ടെ നമ്മൾ മേടിക്കും അതൊക്കെ. ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ ചെയ്ത് അടുക്കളയിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ചോറോ കറിയൊക്കെ വിളമ്പിങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോഴാണല്ലോ എടുത്ത് വെച്ചാൽ നല്ല രസമല്ലേ. അറബികളുടെയാണിത് സംഭവം. അറബി കടകളിലൊക്കെ അറബികൾ മേടിക്കുന്ന പ്രത്യേകം ചില സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെ ചെന്നാൽ ഇതൊക്കെ കാണാം. ഇതൊക്കെ കണ്ടിരിക്കും ഭയങ്കര കൊതി വന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ കുറച്ച് ഇത് കണ്ട നല്ല രസമില്ല. വൈറ്റിൽ അങ്ങനത്തെ പ്ലെയിൻ വൈറ്റിൽ അങ്ങനത്തെ
ഹാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്ന നല്ല ട്രേ ഒക്കെ അല്ലേ. ടണ്ടടേ കൊതിച്ച് ഞാൻ എല്ലാം കണ്ട് കൊതിയാ. ഇതൊക്കെ കണ്ടപ്പോൾ ഓർത്ത് ഡൈനിങ് ടേബിളിൽ പിന്നെ സ്റ്റൂ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റിയല്ലോ, അതാ പറ്റിയതാണല്ലോ. ഈ സോഫ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മേടിച്ചോണ്ട് പോകാൻ പറ്റില്ലെങ്കിൽ എന്നാത്തേക്കൊരു ഇരുന്നേക്കാന്ന് ഓർത്ത് ഞാനങ്ങോട്ട് ഇരുന്ന് കൊടുത്ത്. പിള്ളേർ ചിരിക്കായിരുന്നു ഞാനിരിക്കുന്നത് കണ്ടിട്ട്. ഞാനൊരു 16 വയസ്സുള്ള പെണ്ണിനെ കിടക്ക് അതിനകത്ത് ഓടി നടക്കുമായിരുന്നു. കണ്ട കിടന്നില്ലെന്നേ ഉള്ളു, അതിനകത്ത് കയറി ഇരുന്ന് കൊടുത്ത്. എനിക്കിത് ഞാൻ മേടിക്കും ദാസന്മാരെ, ഇതൊക്കെ എനിക്കിഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ മേടിക്കും. ഈ ലൈറ്റ് എനിക്കിഷ്ടപ്പെട്ടു, ഈ കൊട്ടയുടെ അകത്ത് ഈ ലൈറ്റ് എനിക്കിഷ്ടപ്പെട്ടു.